ഹലോ എവരി വൺ. യെസ്, സ്ഥിരമായ ചോദ്യം വരുന്ന വേറൊരു ടോപ്പിക് കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം. യെസ്, ഗാലനോമീറ്റർ ആണ്. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ. അതിലൊരു കൺവേർഷൻ നിങ്ങൾക്കറിയാം, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ടു അമ്മീറ്റർ. ഗാലനോമീറ്റർ എങ്ങനെ അമ്മീറ്റർ ആക്കുക എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആളുകളും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു തരും. എങ്ങനെ സാർ, ഒരു ഗാലനോമീറ്റർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ജി ആണ്. ആ ഗാലനോമീറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഗാലനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ആണല്ലോ സാർ ഐ ജി. യെസ്, എക്സാക്ട്ലി. ഗാലനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ നമ്മൾ ഐ ജി എന്ന് വിളിക്കും. ഗാലനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് ഐ ജി. സോ ഈ ഗാലനോമീറ്ററിനെ നമ്മൾ അമ്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്മോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലലി കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പാരലലി എന്ത് ചെയ്യാണ്, ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പാരലലി ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനെ വിളിച്ച പേരാണ് എന്ത്? സ്മോൾ റെസിസ്റ്റൻസ്. അതിനെ വിളിച്ച പേരാണ് ഷണ്ട് റെസിസ്റ്റൻസ്. എന്ത് റെസിസ്റ്റൻസ്? ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഐ ജി എന്നുള്ള കറണ്ട് ഗാലനോമീറ്ററിലൂടെ കടന്നു പോയാൽ ബാക്കി ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ഐ ജി അല്ലേ? യെസ്, നമ്മളറിയാം പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സെയിം ആണെന്ന്. സോ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും, ഈ ഗാലനോമീറ്ററിന്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ജി ഇൻറ്റു ജി ആണ്. കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് ആണ്. എന്നാൽ ഷണ്ടിന്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഷണ്ടിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് ആണ്. ദിസ് ഇസ് ദ ബേസിക് ഇക്വേഷൻ. സോ ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എസ് ഇസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അങ്ങനെ തന്നെ പഠിച്ചോളൂ, ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. സോ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലി അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? ഈ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1/G പ്ലസ് 1/S ആണ്. GS ഡിവൈഡ് ബൈ G പ്ലസ് S എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ സാർ ഇത് വളരെ സിമ്പിൾ ടോപ്പിക് അല്ലേ സാർ? ഇതൊന്ന് ജെയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ടോ? യെസ്, ജെയ്ക്ക് വന്ന 3 ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആ 3 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം 2024 ഒരു ഫേസിലാണ് ആ ചോദ്യം ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതെങ്കിൽ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചോദ്യം നോക്കൂ നിങ്ങൾ. എ ഗാലനോമീറ്റർ ഹാവിംഗ് കോയിൽ റെസിസ്റ്റൻസ് 10 ohm ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 3 milliampere. ഫോർ ഇറ്റ് ടു മെഷർ എ കറണ്ട് ഓഫ് 8 ampere ദ വാല്യൂ ഓഫ് ഷണ്ട് ഷുഡ് ബി. അതായത് ചെറിയ കറണ്ടുകൾ മെഷർ ചെയ്യുന്ന സ്മോൾ മെഷർമെന്റ് ഓഫ് കറണ്ട് ആണ് നമ്മൾ ഗാലനോമീറ്റർ ഉപയോഗിക്കുക. സോ കുറച്ചും കൂടി വലിയ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുക അല്ലേ? സോ ഗാലനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 10 ohm ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് 3 milliampere. 3 milliampere ആണ് ഗാലനോമീറ്ററിൽ പറ്റുന്ന മാക്സിമം കറണ്ട്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറയുമ്പോൾ ഗാലനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ഈസ് ഗിവൺ. ഐ ജിയുടെ വാല്യൂ ആണ് 3 മില്ലി എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ആംപിയർ. ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് ആണ് 10. ഇതിലൂടെ കടന്നു പോകേണ്ട കറണ്ട്, വലിയ കറണ്ട്, സർക്യൂട്ടിലേക്ക് വരേണ്ട കറണ്ട് 8 ampere ആണ്. അങ്ങനെയാണെങ്കിൽ ഷണ്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഇത് 2024 റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. സോ ഷണ്ടിന്റെ ഇക്വേഷൻ എന്താ? ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. എന്താ മക്കളെ? ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. വാട്ട് ഈസ് ഐ ജി? 3 × 10⁻³ വാട്ട് ഈസ് ഗാലനോമീറ്റർ റെസിസ്റ്റൻസ്? 10 ആണ്. ഐ എത്രയാ? 10 ആണ്. മൈനസ് ഐ ജി എന്ന് പറയുമ്പോൾ 3 × 10⁻³ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? 0.003 എന്ന് പറഞ്ഞൂടെ? 10 - 0.003 എന്ന് പറഞ്ഞു. ഇവിടുത്തെ കറണ്ട് നോട്ട് 10, 8 അല്ലേ? 8 ആണ്. 8 - 0.003 എന്ന് വരും. എടാ, 8ൽ നിന്ന് 0.003 കുറച്ചാൽ അതൊരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിന്റെ വാല്യൂ 3 × 10⁻². വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 30 × 10⁻³ ഡിവൈഡഡ് ബൈ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 8 എന്ന് എഴുതാം. സോ ഇവിടെ ആൻസേഴ്സ് 10⁻³ ഫോമിലാണ് കിടക്കുന്നത്. സോ ഇവിടെ ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. 30/8, 30 ഡിവൈഡ് ബൈ 8, 8 × 3 24 അല്ലേ? അപ്പോൾ എന്തായാലും ആ ഒരു 3 point something ആണ് ആൻസർ വരിക. 3 point something ഇൻറ്റു 10⁻³ ആണ് ആൻസർ വരേണ്ടത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ 3.75 അല്ലേ? 3.75 എന്നുള്ളൊരു ആൻസർ കാണുന്നുണ്ട്. സോ വി ക്യാൻ മൂവ് ടു ഓപ്ഷൻ 3. 3.75 ഇൻറ്റു 10⁻³ ഓം. അത്രക്കും ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. അതുകൊണ്ട് ഈ ടോപ്പിക് അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവരുത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. കൺസിഡർ എ ഗാലനോമീറ്റർ ഷണ്ടഡ് വിത്ത് 5 ohm റെസിസ്റ്റൻസ് ആൻഡ് 2% ഓഫ് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. എന്താണ്? ഗാലനോമീറ്റർ ഷണ്ട് ചെയ്ത റെസിസ്റ്റൻസ്, ഷണ്ട് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ. 2% ഓഫ് കറണ്ട് പാസ് ത്രൂ ഇറ്റ്. അതായത് ഗാലനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കറണ്ടിന്റെ 2% പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ കറണ്ട് എത്രയാ? ഐ ജി എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കറണ്ടിന്റെ 2%. 2% എത്രയാ? 2/100 അല്ലേ? 2/100. ആം റൈറ്റ്? സോ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാലനോമീറ്റർ അല്ലേ?
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എസ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ട് IgG ഡിവൈഡ് ബൈ I മൈനസ് IG വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ G ഡിവൈഡ് ബൈ I മൈനസ് IG ഡിവൈഡ് ബൈ IG എന്ന് എഴുതി കൂടെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വരും? G ഡിവൈഡ് ബൈ I ഡിവൈഡ് ബൈ IG മൈനസ് 1 എന്ന് വരും. ഈ I ഡിവൈഡ് ബൈ IG എന്ന് പറയാൻ എന്താ പറ? I ഡിവൈഡ് ബൈ IG എന്ന് നിങ്ങൾക്ക് ഈ റിലേഷൻ എന്ത് ചെയ്താൻ വേണ്ടി പറ്റും? 100 ഡിവൈഡ് ബൈ 2 ദാറ്റ് വിൽ ഗീവ് 50 എന്ന് വരില്ലേ? സോ ഇവിടെ കൊണ്ടുപോയി എനിക്ക് എന്ത് കൊടുക്കാം? ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു G ഡിവൈഡ് ബൈ 50 മൈനസ് 1 വരും. വാട്ട്സ് ദ വാല്യൂ ഓഫ് ഷണ്ട് ഹിയർ? ഷണ്ടിന്റെ വാല്യൂ ക്വസ്റ്റിൽ പറയുന്നില്ലേ 5 ആണെന്ന്. സോ G ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 49, 50 ഇൻറ്റു 5 250 ആണ് അല്ലേ? അതിനൊന്ന് കുറച്ചാൽ പോരെ? 250ൽ നിന്ന് ഒന്ന് കുറച്ച് ഒരു 5 കുറച്ചാൽ 245 ഓം അല്ലേ? സോ ദ ആൻസർ ഈസ് 245 ഓം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ മക്കളിതാ ഇങ്ങനെയും റിക്വേഷൻ മാറ്റിയെടുക്കാൻ ഫോർ ദ ഈസിനെസ് ഓഫ് ദ കാൽക്കുലേഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതിൽ നിന്ന് ചെയ്തേക്കാം. ഓക്കെ, സോ കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ടു അമ്മീറ്റർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഈസി ആക്കി എടുക്കൂ, ഡയറക്റ്റ് ആണ്. അതുപോലെ നിങ്ങൾ എന്ത് പഠിക്കണം? കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ടു വോൾട്ട് മീറ്റർ നിങ്ങൾ പഠിക്കണം. സോ അമ്മീറ്ററിനാണ് ചോദ്യങ്ങൾ വരുന്നത്, വോൾട്ട് മീറ്ററിനും വരും. അതുകൊണ്ട് ഇപ്രാവശ്യം വോൾട്ട് മീറ്റർ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ എ 72 ohm galvanometer is shunted by a resistance of 8 ohm. The percentage of the total current which passes through the galvanometer is percentage of total current which passes through the galvanometer. അതായത് ഗാലനോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട്, ടോട്ടൽ കറണ്ടിൽ എത്ര ഭാഗമാണ് ഗാലനോമീറ്ററിലൂടെ കടന്നു പോകുന്ന പെർസെൻറ്റേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ കറണ്ടിന്റെ എത്ര ഭാഗമാണ് ഗാലനോമീറ്ററിലൂടെ കടന്നു പോകുന്നത്. സോ IG ഡിവൈഡ് ബൈ I കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ ഒരു റിലേഷൻ കാണിച്ചു തന്നു. എന്താണത്? എസ് ഇസ് ഈക്വൽ ടു G ഡിവൈഡ് ബൈ IG ഡിവൈഡ് ബൈ I ഡിവൈഡ് ബൈ IG മൈനസ് 1. വേണമെങ്കിൽ നമുക്ക് I ബൈ IG മൈനസ് 1 ഇസ് ഈക്വൽ ടു G ബൈ S എന്ന് എഴുതി കൂടെ. സോ നിങ്ങൾ പറ I ഡിവൈഡ് ബൈ IG മൈനസ് 1 ഇസ് ഈക്വൽ ടു ഗാലനോമീറ്റർ റെസിസ്റ്റൻസ് 72 ആണ്, ഷണ്ട് റെസിസ്റ്റൻസ് 8 ആണ്. സോ I ഡിവൈഡ് ബൈ IG എന്ന് പറയാം മൈനസ് 1 ഇസ് ഈക്വൽ ടു 72 8 എത്ര പ്രാവശ്യം പോകും? 9 ടൈംസ്. സോ I ഡിവൈഡ് ബൈ IG എന്ന് പറഞ്ഞാൽ 9 + 1 10 വരില്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? IG ബൈ I അല്ലേ? IG ഡിവൈഡ് ബൈ I എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1/10 കിട്ടും. ഇതിന്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10% എന്ന് കിട്ടില്ലേ? So the answer is option B. The percentage of the total current which passes through the galvanometer is total current which passes galvanometer കടന്നു പോകുന്ന പെർസെൻറ്റേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. So the final answer will be option P 10%. So these type of questions നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. So conversion of galvanometer to ammeter settle. All the very best. Bye bye.